Hello guys, Anandan Kad, directed by Jayan Krishnakumar, writer Murli Gobi, producer Gokulam Gopalan B. Krishnakumar, S. Yuvede cinematography, Rohit BSന്റെ എഡിറ്റിംഗ്, ബി അനീഷ് ലോക്നാഥിന്റെ മ്യൂസിക്. സിനിമ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സിനിമ. ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും ഇത്രയും ക്യാരക്ടേഴ്സിനെ ഇതിനെ കാണിക്കണേന്ന്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ റോൾ ഈ സിനിമ കാണിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ ആഡ് ചെയ്യണില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ക്യാരക്ടർ 2 സീനിൽ ആ സിനിമയിൽ വന്നോളൂ, പക്ഷെ ആ 2 സീനിൽ പുള്ളി വരേണ്ട ഒരു ആവശ്യം സിനിമ കാണിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് സെറ്റപ്പായിട്ടാണ് ആ സിനിമ ചെയ്തു വെച്ചേക്കണത്. പിന്നെ ആര്യയുടെ അഭിനയം, ആര്യയുടെക്ക് ഒരു ഓറ സിനിമ കാണണം. എൻ്റെ പൊന്നു രക്ഷയില്ല. കാരണം പുള്ളിക്കൊരു ഡയലോഗൊന്നുമില്ല, പക്ഷെ പുള്ളി വന്ന് തൂക്കി അങ്ങ് പോവും. ആ രീതിക്ക് പുള്ളിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മുരളി ഗോപിയുടെ സിനിമ നമുക്കറിയാലോ എങ്ങനെയാണ്. അതേ സാധനം ഇതിലുണ്ട്. മുരളി ഗോപിയുടെ ഒരു ഓറ സിനിമ കാണാം. സിനിമയിൽ എല്ലാവർക്കും ഓരോരോ രീതിക്ക് ഒരു ഓറ കാണിക്കുന്നുണ്ട്. കാരണം കറക്റ്റ് നമുക്ക് മനസ്സിലാവും ചെയ്യും. പക്ഷേ മുരളി ഗോപിക്ക് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഓറ ഭയങ്കര സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ ആരെയും കയറിയും വരും. അപ്പം മുരളി ഗോപിയുടെ ഓറയ്ക്കങ്ങ് മാറിയിട്ട് ആര്യയിലേക്ക് ആ ഓറങ്ങ് ഇടയിൽ പോകും. അങ്ങനത്തെ സ്പീക്സ് അതിനകത്തുണ്ട്. ഈ മുരളി ഗോപിയുടെ സാധനം ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ പക്കയായിട്ട് പുള്ളി കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ അഭിനയം ഇതിനകത്ത് രക്ഷയില്ലാത്തിരിക്കും. പിന്നെ ഇതിന്റെ BGM ഒക്കെ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഇന്ദ്രൻസ് ചേട്ടൻ, എന്റെ പിന്നെ പുള്ളിയുടെ സ്വാഗമാണ് സിനിമയില്. കാരണം പുള്ളിക്ക് ശരീരം ഒന്നുമില്ല, പക്ഷെ പുള്ളിയുടെ ഉണ്ടല്ലോ ഒരു സാധനം, ഒരു സ്ക്രീൻ പ്രസൻസ് ആ സിനിമയിലില്ല, ഭയങ്കര ഹൈയ. കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, ഭയങ്കര വലിയൊരു കാര്യം. കാരണം അത്രയും പേർക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇന്ദ്രൻസ് ചേട്ടൻ ഭയങ്കരമായിട്ട് കൂളായിട്ട് ആ ഒരു ശരീരത്തിൽ പുള്ളി ഭയങ്കരമായിട്ട് സാധനം കാണിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് നല്ല ഭയങ്കര ഭയങ്കര ഓരോ പുള്ളി സിനിമയില്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടർ തന്നെയാണ് ദേവമോഹൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പുള്ളി സൂഫിയും സുജാതയിലും സൂഫിയായിട്ട് അഭിനയിച്ച ആളാണ്. പക്ഷേ ഈ സിനിമയിൽ അടിപൊളി, പുള്ളിക്കും ഭയങ്കര ഓരോ സിനിമയില് പുള്ളി പക്കയായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനില്, മറ്റേ അംഗവൈകണ്ഠപുരത്തിലേക്കുള്ളത്, പുള്ളിയും ഭയങ്കര ഭയങ്കര നല്ലൊരു വില്ലൻ ക്യാരക്ടർ പുള്ളിയാണത്. പുള്ളി അതും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ശാന്തി ബാലചന്ദ്രൻ. പുള്ളിക്കാരത്തെ സിനിമയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശാന്തി ബാലചന്ദ്രന്റെ വേറെ സിനിമ എന്ന് വെച്ചാൽ തരംഗ സിനിമയിൽ ടോവിനോടൊപ്പം നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു മ്യൂസിക് ഉണ്ട്, എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് സാഗർ സൂര്യ. പുള്ളി ആകെ 2 സീനിലുള്ളൂ, പക്ഷെ ആ 2 സീൻ പുള്ളി ശരിക്കും ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സിനെ കാണാം, പക്ഷെ എല്ലാവർക്കും പക്കയായിട്ടുണ്ടല്ലോ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇതിൻ്റെ ഒറ്റ ക്യാരക്ടർ പോലും ആവശ്യമില്ലാണ്ട് വന്നിട്ടില്ല, അത്രയ്ക്ക് സെറ്റപ്പായിട്ട് ചെയ്തേക്കണം. കാരണം ഒരു ബോഡി ഗാർഡ് ആ സിനിമ കാണിക്കുന്നുണ്ട്, പക്ഷെ പുള്ളി വന്നിട്ടൊന്ന് തൂത്തു വരിട്ടത് പോണത്. കാരണം അത്ര രീതിക്കാണ് ഈ സിനിമയുടെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമ കുറച്ച് വയലൻസ് ആണ്, ഭയങ്കര ഫൈറ്റ് ഉണ്ട്, ഭയങ്കര കുറച്ച് നമ്മുടെ പഴയ കാലത്തേക്ക് നടന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ജാതിയുടെയും മതത്തിൻ്റെയും, പിന്നെ കേരളം തമിഴ്നാട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളല്ലോ. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു കഥ. ഈ സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ ഉമ്മച്ചിക്കും ഉമ്മാക്കൊന്നും ഈ സിനിമ ഇഷ്ടപ്പെടില്ല. കാരണം അവരെയും കൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ പോയാൽ അവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടില്ല.